നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഏതായാലും രാജലക്ഷ്മി അമ്മയുടെയും കൈമൾ സാറിന്റെയും ക്ഷണം സ്വീകരിച്ച് ഈ ചെമ്പകമംഗലത്തേക്ക് വന്നതിൽ എന്തുകൊണ്ടും ഭാഗ്യമാണ്. ഞങ്ങളുടെയും ഭാഗ്യം. പ്രത്യേകിച്ച് മീനാക്ഷിയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമായി. നിങ്ങളെല്ലാവരും ഒരേ മനസ്സോടെ സഹകരിച്ചാൽ മീനാക്ഷിയുടെ അതിപ്രധാനമായ മറ്റൊരു ചടങ്ങിൽ കൂടി എനിക്ക് പങ്കെടുക്കാൻ കഴിയും. ആ വന്നല്ലോ. ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതിലെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. എന്താ ചോദിക്കൂ. അതെ, ഈ പ്രണയത്തെക്കുറിച്ച് നിങ്ങളൊക്കെ അഭിപ്രായം എന്താണ്? പ്രണയോ? ഇവിടെ ആരും പ്രണയിച്ചല്ല കല്യാണം കഴിച്ചത്. ആയിക്കോട്ടെ, പ്രണയിച്ചല്ല കല്യാണം കഴിച്ചത്. പക്ഷേ കല്യാണത്തിന് ശേഷം പ്രണയിച്ചല്ലേ ജീവിക്കുന്നത്? അതെ 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 അതെ, പ്രണയിച്ചും കലഹിച്ചും. പ്രണയിച്ചിട്ട് കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചിട്ട് പ്രണയിച്ചാലും എല്ലാം ഒരുപോലെ തന്നെ അല്ലേ? അല്ലേ? ഇയാളെന്താ പ്രണയത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം പരസ്പരം പ്രണയത്തിലാണ്. പൂക്കൾ വിടരുന്നത് പ്രണയം, വണ്ടുകളും ചിത്രശലഭങ്ങളും അവിടെ പറന്നു വന്നിരിക്കുന്നതും പ്രണയം, കാറ്റിന് പ്രണയം, പുഴകൾ കടലിലേക്ക് ഒഴുകുന്നതും പ്രണയം, സകലതും പ്രണയമാണ്. ഇവിടെ അതുപോലെ രണ്ടുപേർക്കും പരസ്പരം ഒരു പ്രണയമുണ്ട്. ആർക്ക്? നിങ്ങൾ വഴക്കിടുവെന്നോ തല്ലോന്ന് പേടിച്ചിട്ട് ഇവരാരോടും പറയാത്തതാ. ഇവരൊരു പാവാണ്. എന്താ ഈ പറയുന്നേ? ആർക്ക് ആരോട് പ്രണയോന്നാ? മീനാക്ഷിക്ക് വൈശാഖിനോടാണ് പ്രണയം. ഇവര് തമ്മിലെ നല്ല ഗാഢമായ പ്രണയത്തിലാണ്. മീനാക്ഷിക്ക് വലിയ പേടി. ചോദിച്ചാലും പ്രേമമാണെന്ന് ഇവള് സമ്മതിക്കില്ല. കാരണം ഇവള് നഗരത്തിലൊക്കെ ആയിരിക്കാം വളർന്നത്. പക്ഷേ ഒരു നാടൻ പെണ്ണിന്റെ വിശുദ്ധിയെല്ലാം നിറഞ്ഞവളാണ് ഇവള്. ഒരമ്പല തുളസി അല്ലേ? ഈ കാലത്തും വീട്ടുകാരെ ഇതുപോലെ പേടിയുള്ള ഒരു പെൺകുട്ടി ഉണ്ടാവില്ല. അയ്യോ, അതിന് എനിക്കാരോടും പ്രേമൊന്നുമില്ല. ഇവളിങ്ങനെ പറയും. രാജലക്ഷ്മി അമ്മേ, ഇവളെ വഴക്കൊന്നും പറയല്ലേ. നല്ല ജോഡിയാ വൈശാഖും മീനാക്ഷിയും. ദേ, എത്രയും പെട്ടെന്ന് ഇവരെ കല്യാണം എല്ലാരും കൂടി ഒന്ന് നടത്തി കൊടുക്കണം. മീനാക്ഷിക്കും വൈശാഖിനും എന്റെ അഡ്വാൻസ് വിവാഹ മംഗളാശംസകൾ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. എല്ലാവർക്കും നന്ദി. പോവാണേ. എങ്ങനുണ്ട്? നിനക്ക് മതിയായോ? വേലി ചാടിയ പശുവിന്റെ കിടാവ് മതില് ചാടും. ഞാനത് പണ്ടേ പറഞ്ഞതാ.
അപ്പോ എന്റെ സംശയങ്ങൾ ശരിയായിരുന്നു അല്ലേ? എന്താ നീ ഒന്നും മിണ്ടാത്തത്? ആ സെലിബ്രിറ്റി പറഞ്ഞതിന് എന്താ അർത്ഥം? ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? തുറന്നു പറയുന്നേ, ആ സ്ത്രീ പറഞ്ഞതൊക്കെ നേരാണോ? അതിൽ വാസ്തവമുണ്ടോ? ചോദിച്ചതിന് മറുപടിയില്ലേ? നിന്റെ അച്ഛൻ ഒരാള് ജയിലിൽ കിടന്ന് നരകിക്കുന്നുണ്ട്. അങ്ങേരോട് ഞാൻ എന്തുത്തര പറയേണ്ടത്? ദത്തെടുത്താലും ഞാൻ എന്റെ ഹൃദയത്തിൽ കുടിയിരുത്തിയാലും നിന്റെ അച്ഛന്റെ കാഴ്ചപ്പാടിൽ ഞാൻ വെറും പോർത്തമ്മ മാത്രമാണ്. നിന്റെ അച്ഛനോട് ഞാൻ എന്തെങ്കിലും സമാധാനം പറയണല്ലോ. അതുകൊണ്ട് ചോദിക്ക, നീയോ ആ വൈശാഖൻ തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ തമ്മിൽ എന്താ പ്രേമമാണോ? പറ. ഇല്ലമ്മേ, എനിക്ക് അയാളോട് ഒരു പ്രേമവും ഇല്ല. അയാളോടെന്നല്ല, ഒരു ചെറുപ്പക്കാരനോടും എനിക്ക് പ്രേമമില്ല. നേരാണോ നീ പറയുന്നത്? ഞാൻ എന്റെ അമ്മയോട് നുണ പറയില്ല. അങ്ങനെ പറഞ്ഞ അതിന്റെ കുറ്റബോധം എനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. ഞാൻ പറഞ്ഞത് 100% സത്യമാ. എനിക്ക് വൈശാഖിനോട് പ്രണയമൊന്നുമില്ല. അവൻ എന്നോടും ഇല്ല. പിന്നെന്താ ആ സെലിബ്രിറ്റി അത് പറഞ്ഞപ്പോ നീയോ അവന് സൈലന്റ് ആയി നിന്നത്? അത് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോ അതെങ്ങനെയാണെന്ന് എനിക്കറിയണ്ടേ? പറയേ. നിങ്ങൾ തമ്മിൽ പ്രണയമാണെന്ന് പറഞ്ഞ് അവർ നിങ്ങൾക്ക് ആശംസകൾ നേർന്നപ്പോ എന്തുകൊണ്ട് നിങ്ങൾ മിണ്ടാതെ നിന്നു? അത് ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് അമ്മേ. അഡ്ജസ്റ്റ്മെന്റോ? അമ്മേ, അവനെ ഞാനൊന്ന് സഹായിക്കാമെന്ന് ഏറ്റതാ. അതുകൊണ്ട് അവൻ കളിക്കുന്ന ഡ്രാമയില് എനിക്കും കൂട്ടു നിൽക്കേണ്ടി വന്നു. നീ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മേ, അവനൊരു ലവറുണ്ട്. അവന്റെ വീട്ടുകാരും മറ്റും അറിഞ്ഞ പ്രശ്നമാവുന്നൊരു റിലേഷൻഷിപ്പാ അത്. അതുകൊണ്ട് ആ പ്രണയത്തിലേക്ക് അവന്റെ വീട്ടുകാർ ശ്രദ്ധിക്കരുത്. അതിന് അവന്റെ വീട്ടുകാർക്ക് ആ പ്രണയത്തെക്കുറിച്ച് അറിയോ? അവർക്ക് സംശയമുണ്ടെന്ന് ഇവൻ പറയുന്നു. അതിന് നീ എന്ത് സഹായം ചെയ്യാന്നാ അവന് വാക്കു കൊടുത്തത്? അവൻ സ്നേഹിക്കുന്ന പെണ്ണ് ഞാനാണെന്നറിഞ്ഞ വീട്ടുകാരുടെയും ചേച്ചിയുടെയും നോട്ടപ്പുള്ളിയായി അവൻ മാറില്ല. കാര്യങ്ങളെല്ലാം ഒത്തുവരുമ്പോ അവൻ അവന്റെ കാമുകിയെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അവളോടൊപ്പം ഒളിച്ചോടുകയോ ചെയ്യാം. എനിക്കങ്ങോട്ട് മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അമ്മ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാ മതി. എനിക്കവനോട് പ്രേമൊന്നുമില്ല. എനിക്കവനെ കെട്ടുവും വേണ്ട. എനിക്ക് നിന്നെ വിശ്വാസം മോളെ. പക്ഷേ ഈ സത്യം നീ വന്ന എല്ലാവരോടും തുറന്നു പറയണം. എന്റെ മോൾക്കൊരു ദുഷ്പേര് വരാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ വന്ന എല്ലാവരോടും കാര്യം തുറന്നു പറയാവോ? പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.